ഓക്കെ, അങ്ങനെ നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിരിക്കുകയാണ്. സ്വിഫ്റ്റ് 2019 വീക്സ് ഓട്ടോമാറ്റിക്കാണ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ പത്തനംതിട്ട റോഡൊക്കെ ഒന്ന് കുറച്ച് ഫോറസ്റ്റ് റോഡ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഒരു 100 കിലോമീറ്റർ ഓടിച്ചാണ് മൊത്തം. ഞാനല്ല, ഇവനാണ് ഓടിച്ചത്. അപ്പം നമുക്ക് എൻ്റെ എക്സ്പീരിയൻസ് അല്ല, ഇവൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. എടാ, നമ്മൾ മറ്റേ യൂസ് ചെയ്യുന്ന വണ്ടി ഡസ്റ്ററാണ്, മാനുവലാണ്. അത് വെച്ച് ഒരു SUV വെച്ച് ഹാച്ച്ബാക്ക് കമ്പയർ ഇത് ആക്ച്വലി ഇത് രണ്ട് നമ്മൾ കമ്പയർ ചെയ്യാനേ പറ്റാത്ത വണ്ടികളാണ്. പക്ഷേ ഇത് രണ്ടും ഓടിച്ചതിൽ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു പോരായ്മ പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് തോന്നുന്നത് നമ്മൾ ഡസ്റ്റർ ഇച്ചിരൂടെ കംഫർട്ടാണ് ഓടിക്കാൻ. അത് ഈ ബാഡ് റോഡ്സിൽ BMWC റോഡിൽ ഇത് പക്കയാണ്, അല്ലാത്ത റോഡുകളിൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നുള്ളത് സ്റ്റിയറിങ്ങിൻ്റെ കാര്യമാണ്. ഡസ്റ്ററിലെ സ്റ്റിയറിങ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പഴയ വരും. പക്ഷേ ഇതിന് അങ്ങനെ അതില്ല, നമ്മൾ തന്നെ തിരിക്കണം. പിന്നെ എങ്ങനെ ഫീൽ ചെയ്തകത്ത് നല്ല സ്പേസ് ആണ്, പക്ഷേ ഡസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സ്പേസിൻ്റെ എയർ സ്പേസ് ഡസ്റ്ററിനെക്കാട്ടും നല്ലതാണ്. ക്ലിയർ നമ്മൾ ഇരുന്നില്ല. പിന്നെ എന്താ വേറെ ഇതിൻ്റെ പോസിറ്റീവ്സ് തോന്നിയത്? പോസിറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ പറഞ്ഞ പോലെ കോർണറിങ് ഒക്കെ ഡസ്റ്റർ കോർണർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേടി വരും മനസ്സിൽ. പക്ഷേ ഇതിനങ്ങനെ നമുക്ക് കോൺഫിഡൻസ് കൂടുതലാണ്. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കട്ടിങ് ഉള്ള സ്ഥലത്ത് ഈ വണ്ടി കൊണ്ട് കയറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ച് കയറ്റണം. ഡസ്റ്ററാണ് ഈസി ആയിട്ട് കയറ്റാം, ഒന്നും നോക്കണ്ട. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ട് നിൻ്റെ വണ്ടി ഡസ്റ്റർ മാനുവലാണ്, ഇത് ഓട്ടോമാറ്റിക്കാണ്. മാനുവല് അത് ഒന്നാമത്തെ ഡസ്റ്ററിൻ്റെ മാനുവലിൻ്റെ ആ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്, ഭയങ്കര പാടും. അതെ, അത് ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇരുന്ന് കൊടുത്താൽ ഇത് ഭയങ്കര ഒരു വ്യത്യാസം. ഇത് തികച്ചും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറയുന്നേ ഉള്ളൂ. SUV ഹാച്ച്ബാക്കുമായിട്ട് അല്ലാതെ കമ്പാരിസൺ വീഡിയോ ആയിട്ട് പുട്ടുക ചെയ്തിട്ടു. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഹാച്ച്ബാക്കിനോട്ട് വന്നത്, എന്തുകൊണ്ട് സ്വിഫ്റ്റ് എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ എടുത്തതേ ഉള്ളൂ, കുറച്ചൊക്കെ ഒന്ന് ഓടിയിട്ട് ഇതിൻ്റെ പോരായ്മകൾ, ഇതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ചാനൽ പോകായി.